ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റംസീസ് ടേസ്റ്റി കിച്ചൺ. ഞാനിന്നിവിടെ എഗ് പഫ്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് പഫ്സിൻ്റെ ഷീറ്റ് കടയിൽ നിന്ന് വാങ്ങാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് പഫ്സ് റെഡിയാക്കി എടുക്കാം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പഫ്സിനുള്ള ഷീറ്റാണ് നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് 1.5 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇതെല്ലാം ചേർത്ത് കൈകൊണ്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഞാൻ സാധാ വെള്ളമാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ കപ്പിൽ 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നിങ്ങൾ എത്രയും മൈദ എടുക്കുന്ന അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇതുപോലെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റാക്കി എടുക്കുക. നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 15 മിനിറ്റ് ഞാൻ റാപ്പിംഗ് കവർ കൊണ്ട് കവർ ചെയ്തിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നമുക്ക് മൂടി വെച്ചാലും മതി കേട്ടോ. ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇതിന് വേണ്ടത്, അതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണ് മൈദ മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പരുവാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാവ് 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആകുന്നുണ്ട്. ഒന്നുകൂടിയും കൗണ്ടർ ടോപ്പും ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾസ് പിടിക്കുന്ന പോലെ ഒരു മീഡിയം സൈസിൽ ബോൾസ് പിടിച്ചെടുക്കുക. ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുക. ഈ മാവിൽ നിന്നൊരു 12 ബോൾസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 12 ലെയർ ഉണ്ടാവും. നമുക്കിത് ചപ്പാത്തി പരത്തുന്ന പോലെ ഓരോന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മളിതാ ഈ പ്ലേറ്റിൻ്റെ മുകളിൽ കുറച്ച് മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ പരത്തിയെടുത്ത ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് പരട്ടി കൊടുക്കുക. നന്നായിട്ട് പരട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. അടുത്ത ബോളും ഇതേപോലെ ചപ്പാത്തി പോലെ നന്നായിട്ട് പരത്തിയെടുക്കുക. നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മെത്തേഡാണ് കേട്ടത്. ഇതും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് നമ്മൾ 12 ബോൾസും പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ബട്ടറും തേച്ച് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് പരത്തിയെടുത്തിട്ട് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇടയിൽ ബട്ടറിൻ്റെ മിക്സും പരത്തി കൊടുക്കുക. അപ്പോൾ അത് ലാസ്റ്റത്തെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അത് ഏറ്റവും മുകളിൽ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ 12 എണ്ണം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇത് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രീസറിൽ ഒന്ന് വെക്കണം. ഇതൊന്ന് കവർ ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ. ഇത് കവർ ചെയ്തിട്ട് വെക്കും. നമുക്ക് ആ സമയം കൊണ്ട് മസാല റെഡിയാക്കി എടുക്കാം. ഫില്ലിങ്സ് ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമുക്ക് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം, പെട്ടെന്ന് വഴന്ന് വരാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ, ഇതിനനുസരിച്ച്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. മസാല റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ പഫ്സിനുള്ളത്. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് അരമണിക്കൂറിന് ശേഷം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുള്ള പഫ്സിൻ്റെ ഷീറ്റ് എടുക്കുകയാണ്. നമ്മൾ എടുക്കുമ്പോൾ ഇത് കുറച്ച് ബലമൊക്കെ ഉണ്ടാവും, ഫ്രീസറിൽ വെച്ചതല്ലേ. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുകയാണിത്. ഇത് പരത്തും തോറും നല്ല സോഫ്റ്റായി വരും കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഓരോ ലെയറിലും നമ്മൾ ബട്ടർ പരത്തി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ പരത്തിയെടുക്കുക. നീളനെയും വിലങ്ങനെയും ഒക്കെ ഇട്ട് പരത്തിയെടുക്കുക. ഇതേപോലെ പരത്തിയെടുക്കുക. അപ്പോൾ ഓൾറെഡി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഇതേപോലെ പരത്തിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറിൻ്റെ മിക്സ് ഒന്ന് പരത്തി കൊടുക്കണം. മുഴുവനായിട്ട് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കുക. 2ആയിട്ട് മടക്കിയെടുക്കുക. ഇത് കൂടുതൽ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒന്നുകൂടി മടക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഞാൻ ജസ്റ്റ് കൂടുതൽ ലെയർ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അതേപോലെ
ഒന്നുകൂടി പരത്തിയെടുക്കുക നന്നായിട്ട്. നമുക്കിതിൻ്റെ സൈഡ് നമുക്ക് നല്ല ഷേപ്പൊന്നും ആയിട്ട് കിട്ടിയിട്ടില്ല, അത് അവിടെ ഇവിടെയൊക്കെ വളവും തിരിവൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക, ഒന്ന് ലെവലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. 4 സൈഡും ഇതേപോലെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 4 സൈഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ കൂടെ ഒരു കട്ടിങ് വേണം, മുകളിൽ നിന്ന് താഴോട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഓരോ പീസസ്സായിട്ട് സ്ക്വയർ ഷേപ്പിലുള്ള പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ എത്ര പോകുന്ന പഫ്സാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അത് പഫ്സിൻ്റെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനത് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട പുഴുങ്ങിയതിൻ്റെ ഒന്നിൻ്റെ പകുതി ഇതിൻ്റെ മുകളിലേക്ക് കമഴ്ത്തി വെച്ച് കൊടുക്കുക. 4 സൈഡിൽ നിന്നും സെൻറ്ററിലോട്ട് ഇതേപോലെ നന്നായിട്ട് കൈകൊണ്ട് അമർത്തി ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഇതേപോലെ ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയിട്ടും ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. അതേപോലെ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ പഫ്സിന് വല്ല ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമുക്ക് എല്ലാ പഫ്സിൻ്റെ ഷീറ്റിലും ഇതുപോലെ മസാലയും മുട്ടയും വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ വേറെ ഷേപ്പിലും ചെയ്തെടുക്കാം. ഞാനിവിടെ ഒറ്റ ഷേപ്പേ ചെയ്തെടുക്കുന്നുള്ളൂ. ഇതേപോലെ നന്നായിട്ട് 4 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ എഗ് വാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 4 എണ്ണം ഞാൻ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ബേക്കിംഗ് ട്രേയിലാണ് വെച്ചിരിക്കുന്നത്. ബേക്കിംഗ് ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ബട്ടറൊക്കെ പരട്ടിയിട്ട് ഓയിലോ പരട്ടിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലിതാ കുറച്ച് ബട്ടറൊക്കെ പരട്ടിയിട്ടാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഞാനിത് ചെമ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാനത് ചെമ്പിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തതാണ്. ഇത് നമുക്കൊരു 45 മിനിറ്റ് മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ സമയം ഓവനിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവനിൽ ഞാൻ 30 മിനിറ്റിൽ 200 ഡിഗ്രി സെൽഷ്യസാണ് ഞാൻ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേ 200 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓവനിലെ പഫ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെമ്പിൽ വെച്ച പഫ്സും റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ പഫ്സൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ട് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ടല്ലേ നമ്മുടെ പഫ്സ്. അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.